നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി, പറന്നുയരാൻ കഴിയുന്നില്ലെന്ന് പൈലറ്റിൻ്റെ അവസാന സന്ദേശം. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ അശ്ലീല കമൻറ്റ്, ഡെപ്യൂട്ടി തഹസിൽദാറെ പിരിച്ചുവിടാൻ ശുപാർശ. സ്കൂൾ സമയമാറ്റം മതപഠനത്തെ ബാധിക്കുമെന്ന് സമസ്ത, ഹൈക്കോടതി അംഗീകരിച്ചാൽ പിൻവലിക്കാമെന്ന് മന്ത്രി. ചുരത്തിൽ ഇന്ധനം വിട്ട് ലോറി സംരക്ഷണ വേലിയിൽ തട്ടിനിന്നു, ഒഴിവായത് വൻ ദുരന്തം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വിമാന ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. പിൻഭാഗത്ത് ഉള്ള ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതരാണ് ഇതിലെ ഡാറ്റകൾ വിശകലനം ചെയ്യുക. മുൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ഭാഗം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പറന്നുയർന്നതിനു ശേഷം മുകളിലേക്ക് പോകാൻ ആവശ്യമായ ത്രസ്റ്റ് എഞ്ചിനുകൾക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതാണ് വിമാനം നിലംപതിക്കാൻ ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കാതെ വന്നതിനാൽ ആകുമോ എന്നും സംശയിക്കുന്നു. വൈദ്യുതി സംവിധാനങ്ങളിലെ തകരാർ എഞ്ചിനെ ബാധിച്ചുവോ എന്നും പരിശോധിക്കുന്നു. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്, യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി, വ്യോമയാന സുരക്ഷാ സ്ഥാപനമായ മാർട്ടിൻ കൺസൾട്ടൻസിയുടെ സ്ഥാപകനും സിഇഒയുമായ മാർക്ക് മാർട്ടിൻ തുടങ്ങിയ പ്രതിനിധികളും അന്വേഷണത്തിനെത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും അഹമ്മദാബാദിൽ എത്തിയിരുന്നു. 265 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 241 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ശേഷിച്ചവർ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും പരിസരവാസികളുമാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. സ്കൂൾ സമയമാറ്റം മതവിദ്യാഭ്യാസം നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ട് സമസ്ത. 12 ലക്ഷം വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്ന സമസ്തയുടെ ചരിത്രം വിവരിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി. അതേസമയം ഹൈക്കോടതി അംഗീകാരമുണ്ടെങ്കിൽ സ്കൂൾ സമയം മാറ്റ ഉത്തരവ് പിൻവലിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്ത് പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ സർക്കാരിന് കടും പിടുത്തമില്ല. മന്ത്രി പറഞ്ഞു, ഹൈസ്കൂളിൽ അരമണിക്കൂർ അധിക പഠനം ഉറപ്പാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് 1100 മണിക്കൂർ പഠന സമയം ഉറപ്പാക്കാനാണ് പരിഷ്കാരം. രാവിലെ 9:45 തുടങ്ങി വൈകിട്ട് 4:15 വരെയാണ് പുതിയ സമയക്രമം. വെള്ളിയാഴ്ചകളിൽ ഇത് ബാധകമല്ല. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെയും പുതിയ സമയക്രമം പാലിക്കണം. ദിവസങ്ങളിൽ 8 പീരീഡ് ഉണ്ടാവും. എല്ലാ പീരീഡിനും ഒരേ സമയ ദൈർഘ്യമല്ല. ആദ്യ 2 പീരീഡുകൾ 3/4 മണിക്കൂർ വീതവും പിന്നീട് 4 40 മിനിറ്റ് വീതവും വൈകിട്ടത്തെ 2 പീരീഡുകൾ 35 മിനിറ്റും 30 മിനിറ്റും വരുത്തുന്ന തരത്തിലാണ് ക്രമീകരണം. മെഗാ തൊഴിൽ മേള സംഘാടക സമിതി ഓഫീസ് തുറന്നു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ജൂൺ 21-ന് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ധർമ്മശാലയിലെ പറശ്ശിനിക്കടവ് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ ടി.എ. മധുസൂദനൻ MLA സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ ടി.കെ. ഗോവിന്ദൻ അധ്യക്ഷനായി. പി.കെ. ശ്യാമള സംസാരിച്ചു. ജനറൽ കൺവീനർ M. സുർജിത് സ്വാഗതവും കെ. ലിഷ നന്ദിയും പറഞ്ഞു. 400-ലധികം തൊഴിൽ വിഭാഗത്തിലായി 35,000-ൽ തൊഴിൽ അവസരമുണ്ട്. 15,000 മുതൽ 3.5 ലക്ഷം വരെയുള്ള ശമ്പള ഓഫർ ചെയ്യുന്ന തസ്തികകളും മേളയിലുണ്ട്. തുടക്കക്കാർക്കായി 25,000 രൂപയ്ക്ക് താഴെയുള്ള തൊഴിൽ അവസരമാണ് കൂടുതലും. 191 കാറ്റഗറിയിലായി 27,250 തൊഴിലവസരം ഈ വിഭാഗത്തിലുണ്ട്. 40,000 രൂപ വരെ കിട്ടുന്ന 35 തസ്തികയും 353 ഒഴിവും മേളയുണ്ട്. ജില്ലയിലെ 10,000 ഉദ്യോഗാർത്ഥികൾക്ക് വരെ തൊഴിൽ മേളയിൽ അവസരമൊരുക്കും. കേരള നോളജ് ഇക്കണോമിക് മിഷന്റെ DWA-MS പോർട്ടലിൽ വഴി മുൻകൂട്ടി അപേക്ഷിച്ചാൽ തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 10 ഗ്രൂപ്പുകൾക്കായി 60 ചെണ്ടകളാണ് വിതരണം ചെയ്തത്.
കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് DV വിമല, സ്ഥിരം സമിതി അധ്യക്ഷരായ AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രേഷ്മ പരാഗൻ, O വിജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കുമാർ, SCC പ്രൊമോട്ടർ ശ്രുതി രാഗ് എന്നിവർ സംസാരിച്ചു. അവിശുദ്ധ കൂട്ടുകെട്ടിന് LDF ഇല്ല, പിന്തുണയും വേണ്ട പിണറായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിച്ചതിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു അവിശുദ്ധ കൂട്ടുകെട്ടിനും LDF ഇല്ലെന്നും അത്തരമൊരു പിന്തുണയും LDFന് വേണ്ടെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു. സ്വീകാര്യതയ്ക്കു വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ചില നടപടികൾ സ്വീകരിച്ചു. എന്നാൽ അതിൽ കുടുങ്ങുവാൻ അവരെ അറിയുന്നവർ നിന്ന് കൊടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ വിളിച്ചെങ്കിലും അദ്ദേഹം പോയില്ല. പിന്നീട് ചാനൽ വന്നപ്പോഴും തങ്ങളെ വിളിച്ചു, അദ്ദേഹം പോയില്ല. എന്തുകൊണ്ട് തങ്ങൾ പോയില്ല എന്ന കാര്യം ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്ന ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലീഗ് നേതൃത്വം അറിയാതെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടു കൂട്ടരും നിൽക്കക്കളി ഇല്ലാതെയായപ്പോഴാണ് ഈ വഴി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിത ജി നായർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അശ്ലീല പ്രതികരണം നടത്തിയ സർക്കാർ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെയാണ് നടപടി. ലണ്ടനിൽ നഴ്സായ പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയാണ് മരിച്ച രഞ്ജിത ജി നായർ. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹോസൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജാതീയ പരാമർശങ്ങളും അശ്ലീല പരാമർശങ്ങളും നടത്തിയാണ് ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രഞ്ജിതയെ അപമാനിച്ചത്. ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഇയാൾ പിന്നീട് അശ്ലീല പരാമർശങ്ങൾ കമൻറ്റുകളായി ഇടുകയായിരുന്നു. വിമാന ദുരന്തത്തിൽ അനുശോചിക്കുന്നുവെന്ന പേരിലാണ് ഇയാൾ പോസ്റ്റിട്ടത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഉയർത്തി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമുയർന്നതോടാണ് സർക്കാർ നടപടിയെടുത്തത്. മുൻമന്ത്രിയും MLAയുമായ E ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ചതിൽ ഇയാൾ നേരത്തെ സസ്പെൻഷനിലായിരുന്നുവെന്നാണ് വിവരം. താമരശ്ശേരി ചുരത്തിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ലോറി സംരക്ഷണ വേലിയിൽ തട്ടി നിന്നു. ഒഴിവായത് വൻ ദുരന്തം. താമരശ്ശേരി ചുരം 9ാം വളവിലാണ് സംഭവം. ടയർ പൊട്ടിയ നിയന്ത്രണം വിട്ട ലോറി റോഡിൽ നിന്നും തെന്നിമാറി സുരക്ഷാ വേലി തകർത്തു. കൊക്കയിൽ ചാടാതെ തലനാരികയ്ക്കിടെയാണ് വൻ അപകടത്തിൽ നിന്ന് ലോറി രക്ഷപ്പെട്ടത്. ലോറിയുടെ മുൻഭാഗത്തെ ഒരു വശത്തെ ടയർ പുറത്തു ചാടിയ നിലയിലാണ്. വയനാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്നാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച ട്യൂഷൻ, സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങിയവയും പാടില്ലെന്നും കളക്ടർ ഉത്തരവിൽ പറയുന്നു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 4-ന് കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സൈറണുകൾ മുഴക്കിയിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.